സഹോദരന്മാർ, ബഹുമാനപ്പെട്ട തങ്ങളുടെ ഉദ്ഘാടന പ്രസംഗം നടക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അതിഥികളായി ഇവിടെ എത്തിയ ബഹുമാന്യായ ശ്രീ രാജൻ, ശ്രീ വിജയകുമാർ, അതുപോലെ തന്നെ നമ്മുടെ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി, അതുപോലെ മോൻ യൂജിൻ എസ് പെരേര തുടങ്ങി അവരൊക്കെ ഇവിടെ സംസാരിക്കാനുണ്ട്. ഞാനതുകൊണ്ട് തന്നെ ദീർഘിച്ച് സംസാരിക്കുന്നില്ല. നമുക്കൊക്കെ അറിയാം, ബഹുമാനപ്പെട്ട നമ്മളൊക്കെ അങ്ങേയറ്റം ആദരിക്കുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തിന് രാഷ്ട്രീയം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു മുഖം മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്, ജീവിതകാലം അദ്ദേഹം സംഭാവന ചെയ്തത് മറ്റു പല സമൂഹത്തിൻ്റെ മറ്റു പല മേഖലകളിലുമാണ്. ഇവിടെ സലാം സൂചിപ്പിച്ചതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതിലേറ്റവും അധികം സമയം ചെലവഴിച്ച ഒന്നാണ്. മരണശേഷം അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ ജാതിമത വ്യത്യാസമില്ലാതെ ഒട്ടേറെ സാധാരണ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മനുഷ്യസ്നേഹപരമായ പ്രവർത്തനങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മറ്റൊരു ഭാവമാണ്. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഉപരി സമൂഹത്തോട് പല കടമകളും നമുക്കുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ആ നിലയിൽ തൻ്റെ പാർട്ടിയെയും തൻ്റെ പാർട്ടി അല്ലാത്തവരെയും സമൂഹത്തിൻ്റെ മൊത്തത്തിലും വളർത്തിക്കൊണ്ടുവരുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി. പൂർവികരിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ പിതാവും പൂർവികരിൽ നിന്നും കിട്ടിയ ആ രീതി കൊണ്ടാണ് ഒരു പക്ഷേ അദ്ദേഹം നേതൃത്വം കൊടുത്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി പക്ഷേ അതേ അവസരം അതിന് നേതൃത്വം കൊടുക്കുന്ന പാലക്കാട് കുടുംബം അന്നും ഇന്നുമൊക്കെ മറ്റു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, മത സാമൂഹ്യ രംഗങ്ങളിലുള്ള എല്ലാവരെയും സമന്വയിപ്പിക്കുന്ന കാര്യങ്ങൾ, സർവോപരി സാമുദായിക സൗഹാർദ്ദം നിലനിർത്തുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് പോകുന്നത്. ഒരാളെ അനുസ്മരിക്കുമ്പോൾ, ഒരു വ്യക്തി അനുസ്മരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം അനുസ്മരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ, ആ വ്യക്തിയുടെ ജീവിതം കൊണ്ട് സമൂഹത്തിന് കിട്ടിയ ഗുണമാണ്. ആ കിട്ടിയ ഗുണം എന്ന് പറയുന്നത് മാറി വന്ന തലമുറക്ക് വലിയ രീതിയിൽ മാറ്റമുണ്ടാക്കാൻ വിദ്യാഭ്യാസപരമായി, മതവിദ്യാഭ്യാസം, അതേ അവസരം തന്നെ ഭൗതിക വിദ്യാഭ്യാസം. മതവിദ്യാഭ്യാസം കൊണ്ട് എല്ലാവർക്കും എന്താണ് കാര്യം എന്ന് പക്ഷേ ആരെങ്കിലുമൊക്കെ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല. യഥാർത്ഥ മതവിശ്വാസം എന്ന് പറയുന്നത് മത സൗഹാർദ്ദത്തിലൂന്നിയതാണ്. എല്ലാ മതങ്ങളുടെയും ആരാധനാ രീതിയെയും ആരാധ്യ വസ്തുക്കളെയും ബഹുമാനിക്കുക എന്നുള്ളത് മതപരമായ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. തീവ്രവാദമോ അല്ലെങ്കിൽ സ്പർദ്ധയോ വർഗമോ വിദ്വേഷമോ ഒന്നും അതിനകത്ത് ഒരു ഘടകേ അല്ല. ഈ യഥാർത്ഥ മതവിശ്വാസവും അതുപോലെ തന്നെ യഥാർത്ഥ ഭൗതിക വിദ്യാഭ്യാസവും ഒക്കെ സമന്വയിപ്പിച്ച് തലമുറകളെ മാറ്റിയെടുക്കുന്ന കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയ ഫൗണ്ടേഷൻ ഉണ്ടാക്കി എന്നുള്ളതാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഏറ്റവും വലിയ സംഭാവന. അതുപോലെ തന്നെ ഏത് സന്നിഗ്ധ ഘട്ടത്തിലും മതവിദ്വേഷം പരക്കാനിടയായാൽ അവിടെ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് സൗഹൃദം, അതിനെന്തിനുപരി ആര് കടലിരമ്പി വന്നാലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് അവിടെ തൻ്റെ പാർട്ടി പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയാലും വേണ്ടില്ല, മതസൗഹാർദ്ദത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന നിലപാട് എടുത്തതുമൊക്കെ തങ്ങളുടെ ജീവിതകാലത്തെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. അങ്ങനെ ഒരാൾ ഓർമ്മിക്കപ്പെടുമ്പോൾ, ഒരു മഹാൻ ഓർമ്മിക്കപ്പെടുമ്പോൾ സമൂഹത്തിന് ജീവിതകാലത്ത് നൽകിയ സംഭാവനയാണ് സമൂഹം ഓർക്കുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാമം ഇപ്പോഴും പാവപ്പെട്ടവർക്ക് വലിയ ഒരു അനുഗ്രഹമായി വർത്തിക്കുകയാണ്. ഡയാലിസിസ് സെൻ്ററുകളായി, ചികിത്സാ രീതികളായി, ദാനധർമ്മങ്ങളായി, ഭവനങ്ങളായി, അങ്ങനെ പലതായി ഇപ്പോഴും വർത്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൾച്ചർ രൂപപ്പെടുത്തിയെടുക്കുന്ന, അങ്ങനെ ഒരു കൾച്ചറിലേക്ക് സമൂഹത്തെ കൊണ്ടുവന്ന ആ കാര്യം കൊണ്ടാണ് ഇപ്പോഴും വേദിയിൽ കാണുന്ന പോലെ ജാതിമത വ്യത്യാസവും രാഷ്ട്രീയ കക്ഷി ഭേദമൊന്നും ഇല്ലാതെ എല്ലാവരെയും തങ്ങളെ ബഹുമാനിച്ചത്, ഇപ്പോഴും തങ്ങൾ കുടുംബത്തെ ബഹുമാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും കൂടുതലായി ഞാൻ പറയുന്നില്ല. തങ്ങളെ
ആദരിക്കുകയും ബഹുമാനിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നത് സമൂഹത്തിൽ കൂടുതൽ ഐക്യവും നന്മയും വളർത്താൻ ഇടയാക്കും. കൂടുതൽ അതിൻ്റെ പ്രതിഫലം സമൂഹത്തിന് കിട്ടുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കും. മായാത്ത മന്ദഹാസം